സർക്കാരിന്റെ 100ാം ദിനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ലേഖനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കുമെന്നും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ മടിയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. 3 മാസമായപ്പോഴേക്കും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുമെന്നും വി.ഡി. സതീശൻ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സർക്കാരിൻ്റെ 100ാം ദിവസത്തെ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയണൽ ഹെഡ് അൺഫിലിഡ് ഡിസൂസ കൂടി ചേരുന്നു. അൺഫിലിഡ്, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 100 ദിവസം എന്ന് പറയുന്നത് ആ സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താനോ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തി ഒരു മാർക്കിടാനുള്ള ഒരു സമയപരിധിയല്ല. പക്ഷേ ഭാവിയിലേക്കുള്ള അടുത്ത ഒരു 5 വർഷം പൂർത്തിയാക്കുന്ന കാലയളവിലേക്കുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു കൈചൂണ്ടിയായി ഈ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. 100 ദിനം പൂർത്തിയാക്കുമ്പോൾ ഒരു വശത്ത് നേട്ടങ്ങളുടെ പട്ടിക സർക്കാർ നിരത്തുന്നു, മറുവശത്ത് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സർക്കാരിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. എങ്ങനെ കാണാം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഈ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെ? തീർച്ചയായും ഈ 100 ദിനമെന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് വിലയിരുത്താനോ മാർക്കിടാനോ പറ്റിയ ഒരു കാലയളവല്ല. പക്ഷേ എങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ച് ഈ 100 ദിവസത്തെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏറ്റവും വലിയ ആകർഷണമായത് ആദ്യ മന്ത്രിസഭയിൽ തന്നെ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ഇവർക്ക് കഴിഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ ഒരു യാത്രാ സൗജന്യം നടപ്പാക്കിയെന്ന് പറയുന്നത് അത് പലപ്പോഴും പല രീതിയിൽ തന്നെ ഇത് എത്ര കാലം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോഴും അത് നടപ്പാക്കി എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചത് UDF സർക്കാരിനത് കയ്യടി കിട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഓപ്പറേഷൻ തൂഫാനാണ്. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാം, എല്ലാ കാലത്തും എല്ലാ ഭരണകൂടവും ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു നെയിം അങ്ങനെ ഒരു ബ്രാൻഡ് നെയിമിലൂടെ തന്നെ ആഭ്യന്തര വകുപ്പ് രംഗത്ത് വരികയും ഒരു ശക്തമായ ഇടപെടൽ നടത്തുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളുടെ ഒരു സ്വീകാര്യത ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ അതൊക്കെ നേടിക്കഴിഞ്ഞു. അത് ഈ ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ സർക്കാരിനൊക്കെ തന്നെ അഭിനന്ദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ രീതിയിലൊക്കെ തന്നെ ഈ 100 ദിവസം കൊണ്ട് അതോടൊപ്പം തന്നെ ഈ സമുദ്ര മിഷൻ സമുദ്ര എന്ന് പറയുന്നത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതായത് ഈ ബജറ്റ് പ്രഖ്യാപിക്കുകയാണ് 100 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം വിഴിഞ്ഞത്ത് വെച്ച് നടത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രഖ്യാപനം മാത്രമല്ല, ഈ 3 മാസം കഴിയുമ്പോൾ സർക്കാർ അതിലേക്കുള്ള ചുവടുവയ്പുണ്ട് എന്നൊരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാനാക്കി വി.ഡി. സതീശൻ സർക്കാരിന് കഴിഞ്ഞു. അതിപ്പോൾ നേരത്തെ നമ്മൾ ഈ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ ആദ്യ ഓണമാണ്. ആ ഓണക്കാലത്ത് ജനങ്ങളെയൊക്കെ ചേർത്ത് നിർത്താൻ, സാധാരണക്കാരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നൊരു സന്ദേശം കൂടി നൽകി. അതാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ വളരെ കൃത്യമായി നൽകുകയും അലവൻസുകളൊക്കെ ചിലയിടങ്ങളിലൊക്കെ തന്നെ ചെറിയ തുകയെങ്കിലും കൂട്ടുകയും അത് കൃത്യമായി നൽകാനും ഈ സാമ്പത്തിക പരാധീനങ്ങൾക്കിടയിലും സർക്കാരിന് കഴിഞ്ഞു. അത് സ്വാഭാവികമായി ആദ്യ ഓണമൊക്കെ ആകുമ്പോൾ അതിനകത്ത് തന്നെ യാതൊരു വിമർശനവും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ഏത് സർക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും അത് ജനങ്ങളുടെ സർക്കാരാണ് എന്ന് 3 മാസം കൊണ്ടൊക്കെ തെളിയിക്കാനായി സർക്കാർ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഭരണ നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒത്തിരി നേട്ടങ്ങളൊക്കെ ഈ 3 മാസത്തിലെടുത്തു. അതിലൊന്നാണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. ആ കേസ് അട്ടിമറിച്ച M.R. ജിക്കുമാറിന്റെ സസ്പെൻഷൻ, അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ കേസ്, ആ കേസ് റീഓപ്പൺ ചെയ്തു. ഇതൊക്കെ രാഷ്ട്രീയമായി, കാരണം ഇതിന് ഇരയായിരുന്നത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണ്. അപ്പോൾ സ്വന്തം അണികളെ ചേർത്ത് നിർത്തുന്ന സർക്കാർ എന്നൊരു വികാരമൊക്കെ ഉണ്ടാക്കാൻ ഈ കേസുകൾ റീഓപ്പൺ ചെയ്യാനൊക്കെ സാധിച്ചു എന്നത് സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നേട്ടം തന്നെയാണ്. ഒപ്പം പല അഴിമതി കേസുകളും ആരോപണങ്ങളൊക്കെ പ്രത്യേകിച്ച് PSCയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിരുന്നതൊക്കെ തന്നെയും സർക്കാർ അത് എടുത്തു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നേട്ടം തന്നെയാണ്. അപ്പോഴും ഈ വിമർശനങ്ങൾ വലിയ രീതിയിൽ ഏറ്റവും ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരുന്ന ഇവർ അധികാരം കിട്ടിയപ്പോൾ പല നിലപാടുകളിലും മലക്കം മറിഞ്ഞു എന്നൊരു ആരോപണം വളരെ കടുത്ത രീതിയിൽ, പ്രത്യേകിച്ച് PMC മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെ. ഇത് തന്നെയാണ് സർക്കാർ ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൻ്റെ ലേഖനത്തിലൂടെ അദ്ദേഹം പറയുന്നത്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു, വിമർശനങ്ങൾക്ക് അതീതരല്ല എന്ന് പറയുന്നത് അത് സർക്കാർ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ തയ്യാറെടുക്കുന്നു എന്നൊരു സന്ദേശം കൂടി നൽകുകയാണ്. എന്തായാലും ഈ 100 ദിവസം പൂർത്തിയാകുമ്പോൾ ഭരണ നേട്ടവും അതോടൊപ്പം തന്നെ ഭരണപരമായ രാഷ്ട്രീയപരമായ വീഴ്ചകളും സർക്കാർ പുനരാലോചിക്കേണ്ടതാണ്. കൃത്യമായ സ്വയം വിശകലനം നടത്തേണ്ട ഒരു സമയം കൂടി തന്നെയാണ് ഈ കടന്നു പോകുന്ന 100 ദിനങ്ങൾ.